ഹലോ, നെജ്വാസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കേട്ടോ. സാരിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിൻസസ് കട്ട് ബ്ലൗസ്, അതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് എങ്ങനെയാണ് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളുടെ ഭാഗത്തേക്കാക്കി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്യുന്നത് 6.5 ഇഞ്ച്. ശേഷം നെക്ക് വിട്ട് നമ്മൾ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. മുകളിലും അതുപോലെ തന്നെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്കിതൊരു ബോക്സ് ആക്കി മാറ്റാം. ഇനി ഇതുപോലെ ഇതൊന്ന് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യാൻ പോണ്. അതും 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ആം ഹോൾ ഒരു ബോക്സ് ആക്കി വരയ്ക്കാം. ഇനി ആം ഹോൾ കർവ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നിപ്പിൾ പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 3.5 ഇഞ്ചും മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒരു 10 ഇഞ്ചും ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി ബ്ലൗസ് പീസിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് 3.5 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 പോയിൻറ്റും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോളിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്ക് ആ നിപ്പിൾ പോയിൻറ്റിലേക്ക് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഇനി ഫ്രണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 15 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ നമുക്ക് സീം അലവൻസ് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 15 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ഈ ഒരു സെൻറ്റർ പോയിൻറ്റിൽ നിന്നും 1 ഇഞ്ച് റൈറ്റിലേക്കും 1 ഇഞ്ച് ലെഫ്റ്റിലേക്കും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ജോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലും ഇതുപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട് പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് 2 സ്ലീവിനുള്ള മെറ്റീരിയൽ നമ്മളിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ കണ്ടോ, ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് താഴെയും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സ്ലീവ് റൗണ്ട് നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തു. ഇനി ഇതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പ്രിൻസസ് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷന് ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഓരോ പീസും 2 ഭാഗത്തുള്ള പീസും നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് വലിച്ച് പിടിക്കാതെ പതുക്കെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊരു ഏറ്റക്കുറച്ചിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഭാഗത്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് താഴേക്ക് ഇട്ടിട്ടുള്ളത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടിഭാഗം സൈസ് ലെങ്ത്ത് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിഭാഗത്ത് കണ്ടില്ലേ ചെറുതായിട്ട് കയറി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ഭാഗത്തെയും സ്റ്റിച്ചിങ് കഴിയുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് 15 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അടിഭാഗം കറക്റ്റ് ചെയ്ത് ലെങ്ത്ത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ബാക്ക് പീസും കൂടെ എടുത്തതിന് ശേഷം ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല വശം ചേർത്ത് വെച്ച് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ നല്ല വശം ഷോൾഡറിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിവിടെ പഫ് കുറച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുണ്ട്. അത് ഇട്ടതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഒരു പട്ട പിടിപ്പിക്കാനുണ്ട് ഈ ഒരു സ്ലീവിൻ്റെ. ശേഷം നമുക്ക് അടിഭാഗം വേറെ പീസ് വെച്ചിട്ട് മറച്ച് തയ്ക്കണം. നെക്ക് അതുപോലെ തന്നെ ക്രോസ് പീസ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് പീസിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഹുക്ക് വയ്ക്കാനായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഒരു ഭാഗത്ത് ഹുക്കും ഒരു ഭാഗത്ത് അതിൻ്റെ ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ ഹുക്ക് വയ്ക്കാനുള്ള പീസ് വെച്ചിട്ടുണ്ട്, ഹോൾ വയ്ക്കാനുള്ള പീസും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ഹുക്ക് പിടിപ്പിച്ചു. അതുപോലെ തന്നെ നെക്ക് നമ്മൾ ക്രോസ് പീസ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പഫ് സ്ലീവ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ
ബ്ലൗസിൻ്റെ അടിഭാഗം നമ്മൾ വേറെ പീസ് വെച്ച് ഫ്രണ്ട് ഭാഗത്ത് വേറെ പീസ് വെച്ച് മടക്കി തയ്ച്ചിരിക്കുകയാണ്. ബാക്ക് പീസിൽ നമ്മൾ അതിൻ്റെ തന്നെ ബാലൻസ് സീം അലവൻസ് ഉള്ളത് മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്തത്. മറ്റേ ബ്ലൗസ് സാധാരണ നോർമൽ ബ്ലൗസ് കട്ട് ചെയ്യണ സ്റ്റിച്ച് ചെയ്യണ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനില്ല. അപ്പോൾ ഇനി എല്ലാവരും സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.